പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ നഗരസഭാ മാർക്കറ്റിലെ കെട്ടിടങ്ങൾ കാലപ്പഴക്കത്താൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു കെട്ടിടം മുഴുവനായും മാലിന്യം ശേഖരിച്ചു വെക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ വലിയങ്ങാടിയിലെ അപകടത്തിന് പിന്നാലെ മാത്രമല്ല, ന്യൂസ് ബസ്സിൽ തന്നെ നമ്മൾ ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അധികാരികൾ കാണാൻ വേണ്ടി പലതവണ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ അതവിടെ നിൽക്കുന്നു, അല്ലേ? അതെ റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ മാർക്കറ്റിലാണ്. പത്തനംതിട്ട നഗരസഭയുടെ അധീനതയിലുള്ള മാർക്കറ്റിലാണ്. നമുക്കിവിടെ ഇതിൻ്റെ ചുറ്റിലും കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. 45 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കാലപ്പഴക്കം മൂലം ഇതിനുള്ളിൽ നിന്നും ഈ കെട്ടിടത്തിലെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ ഷട്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്ന് ഇതാ ദൃശ്യത്തിൽ കണ്ടില്ലേ, കെട്ടുകണക്കിന് മാലിന്യമാണ് ഈ പഴയ കെട്ടിടത്തിൻ്റെ മുകൾ വശത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഏത് നിമിഷവും വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഇതാ കണ്ടില്ലേ ടൺ കണക്കിന് മാലിന്യങ്ങൾ. ഇതെല്ലാം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ്. അത് നഗരസഭയിൽ അത് സംസ്കരിക്കുന്നതിന് മറ്റ് മാർഗ്ഗങ്ങൾ ഇല്ലാത്തതിനാൽ ഇതാ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് മാസങ്ങളായി ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അത് ഓർക്കണം, ഈ കെട്ടിടത്തിൻ്റെ സ്ലാബിന് മുകളിലൊക്കെ അത്രയും മാലിന്യങ്ങൾ ചാക്കിലൊക്കെ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നു. അടുത്തിടെ, അതായത് കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ കാലത്ത്, LDF ഭരണസമിതിയുടെ കാലത്ത് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു റൂഫ് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നത് ഈ പഴയ കെട്ടിടത്തിൻ്റെ മുകളിൽ ലക്ഷങ്ങൾ മുടക്കി എന്തിനാണ് ഇങ്ങനെ ഒരു റൂഫ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. അത് ജനത്തിൻ്റെ നികുതിപ്പണം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിപ്പോൾ ആർക്കും അറിയില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ റൂഫ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഇനി ഇതിൻ്റെ വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ലേ, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു വലതുവശത്തെല്ലാം അതും കെട്ടിടമാണ്. അതിൻ്റെ ഓരോ കടമുറിയുടെ മുൻവശത്തും ഇങ്ങനെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടങ്ങളൊന്നും പ്രവർത്തനക്ഷമമല്ല. അത് ഇതിൻ്റെ എതിർവശത്താണെങ്കിൽ അവിടെ കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകളൊക്കെ വരുന്ന ഇടം കൂടിയാണ്. അതിനോട് ചേർന്നാണ് ഈ രണ്ട് ഭാഗങ്ങളിലായി ഇത്രയും പഴക്കമുള്ള കെട്ടിടത്തിൽ ഇങ്ങനെ മാലിന്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നത്. ഇതും കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ വശമൊക്കെ ഇളകിയ അവസ്ഥയിൽ തന്നെയാണ്. ആളുകളൊക്കെ ഇതുവഴി പോകുന്ന ഇടം കൂടിയാണ്. ചന്തയിൽ വരുന്ന, മാർക്കറ്റിൽ വരുന്ന ആളുകളൊക്കെ, വാഹനത്തിൽ വരുന്നവർ ഈ കാണുന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ, അരികിൽ തന്നെ ഈ കെട്ടിടത്തിൻ്റെ സമീപത്ത് തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ ഒരു ആവശ്യം എന്നുള്ളത് ഇത് പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞ് പുതിയത് നിർമ്മിക്കണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. കെട്ടിടം വളരെ അപകട ഭീതിയിലാണ്. ഇത് എന്താണ് ഒരു പരിഹാരമാർഗ്ഗം? 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് ഇവിടെയെല്ലാം കാണുന്നത്. ഇത് പൊളിച്ച് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെയാണ് പത്തനംതിട്ട ഹൃദയഭാഗത്തുള്ള ഈ മാർക്കറ്റ് ആധുനിക തരത്തിലേക്ക് പണി കഴിപ്പിച്ച് പുതിയ സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ എല്ലാ ആഗ്രഹവും, നാട്ടുകാരുടെ ആഗ്രഹമൊക്കെ. പക്ഷേ അത് നടന്നില്ല. ഇപ്പം തന്നെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡബ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുന്നു. ചെറിയ ഒരു തീപ്പൊരി വീണാൽ പോലും കത്തി ഭീകരമായ അപകടങ്ങളിലേക്ക്, ഭീകര അന്തരീക്ഷം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഇത്രയും ടൺ മാലിന്യം ഈ പഴയ കെട്ടിടം താങ്ങുമോ? ഒരിക്കലും താങ്ങില്ല. ഇത് ഈ സാധനങ്ങളെല്ലാം വീണ മഴ വെള്ളം ഒഴിച്ചു വന്നാൽ അപ്പോഴേ താഴെ വീഴുന്ന, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതാണ് പൊതുജനത്തിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്നുള്ളത്. അതാണ് റോഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ ഭരണസമിതികളൊക്കെ 5 വർഷം കൂടുമ്പോൾ മാറും. UDF ഭരിക്കും, LDF ഭരിക്കും നഗരസഭകളിൽ. പക്ഷേ എപ്പോഴും ഇത് ജനത്തിൻ്റെ കണ്ണെത്താത്ത ഒരു ഭാഗമാണ്. ഈ മത്സ്യ മാർക്കറ്റിലേക്കും ഒപ്പം തന്നെ മാർക്കറ്റിലേക്കും വരുന്ന ആളുകൾ ഈ ഭാഗത്തേക്ക് വരാറില്ല. ഇതിന് മറുവശത്താണ് കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ആരുടെയും കണ്ണെത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നഗരസഭാ അധികാരികളൊക്കെ ഇത്തരത്തിൽ ഈ പഴയ കെട്ടിടത്തോട് ചേർന്ന് തന്നെ സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഏത് നിമിഷവും ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതൊക്കെ പാവപ്പെട്ട തൊഴിലാളികളായിരിക്കുമല്ലോ, അല്ലെ? ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് ആ പഴയ കെട്ടിടത്തിന് താഴെ ആ ചാക്കുകൾ കൂട്ടിയിടാൻ എത്തുന്ന വളരെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവൻ പോയാൽ ആർക്കാണ് ഛേദം, അല്ലേ? ഇങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. കാരണം വലിയങ്ങാടിയിലുണ്ടായ ദുരന്തത്തിലും നോമ്പെടുത്ത് ദിവസക്കൂലി മേടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പത്തനംതിട്ടയിലെ കെട്ടിടം കാണുമ്പോഴും ഒരു പഴയ പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു കെട്ടിടം, അതിന് താഴെ മാലിന്യ കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. വലിയ ജനത്തിരക്ക് അവിടെ ഇല്ലെങ്കിലും എത്ര തൊഴിലാളികൾ അവിടെ വന്നു പോകുന്നുണ്ടാവും ഓരോ ദിവസവും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. നമുക്ക് കൊച്ചിയിലേക്ക്